ചായ വെച്ചാൽ എനിക്ക് തരാൻ ഭയങ്കര മടിയാ. ബിരിയാണി വെച്ചാൽ പെട്ടെന്ന് തീർക്കോ. നിങ്ങൾക്ക് വല്ല അച്ചാറിന്റെ ബിസിനസ് ഉണ്ടാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് പതിപോലെ ഒരു തിങ്കളാഴ്ച വീണ്ടും കടന്നു വന്നിരിക്കുവാണ് ഗൈസ്. അപ്പൊ ഇന്നില്ലേ സത്യത്തിൽ മടി പിടിച്ചൊക്കെ ഇരുന്ന്, പക്ഷെ ഉച്ചയായപ്പോഴത്തേക്കും എന്ത് വെക്കൂന്ന് ഇങ്ങനെ ആലോചിച്ച് പോയി ഫ്രിഡ്ജ് വന്നപ്പോഴത്തേക്കും ചെമ്മീൻ കിട്ടി. അമ്പടാ, ചെമ്മീൻ കണ്ട എനിക്കൊരു പ്രശ്നമുണ്ട് ഇല്ലായിരിക്കാം. അപ്പൊ ബിരിയാണി വെച്ചോളൂ. അതെ, ചെമ്മീൻ കിട്ടിയ അപ്പൊ ബിരിയാണി ഉണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ ഓർക്ക് ഇന്ന് ബിരിയാണി വെക്കാന്ന്. ഇപ്പൊ സമയം ഉച്ചയ്ക്കായിട്ടായിരിക്കും. അത് വന്യന് മുമ്പ് വെക്കണോന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം ഒറ്റയ്ക്ക് ഒരു ഇൻട്രോ ഒക്കെ എടുത്തു നോക്കും, പക്ഷെ ശരിയാവണില്ല. വീഡിയോ ഒന്നും എടുത്തിട്ട് അങ്ങനെ ഒരു വശം കിട്ടണം. അപ്പൊ ഞാൻ കാത്തു നിന്ന് ഓഫീസിൽ വന്നിട്ട് നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കണത്. പക്ഷെ ഈ ബിരിയാണി ഭയങ്കര ഗംഭീര ബിരിയാണി ഒന്നും അല്ല. നമ്മൾ തട്ടിക്കുട്ടിൽ ദോശ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തട്ടിക്കുട്ടിൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു ബിരിയാണി ഒക്കെ തിന്നാനൊക്കെ തോന്നി അല്ല, പെട്ടെന്നൊക്കെ നമ്മളിങ്ങനെ ഒരു ബിരിയാണി കഴിക്കാൻ പറ്റെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇത്. വേണമെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്തു. ഇത് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്ക് കമന്റ് ബോക്സിൽ കിട്ടും. നല്ലതായിരിക്കും. നമുക്ക് വേഗം ഉണ്ടാക്കിയാലായിരിക്കാം. വേഗം ഉണ്ടാക്കാല. കമോൺ. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാ ഓർത്തത് വീഡിയോ എടുക്കാറുണ്ടല്ലോ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഈ പണിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ കുറെ നമ്മള് കുക്കിംഗ് വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോന്ന് പിന്നെ പാത്രത്തിലേക്ക് ആക്കി ഞാൻ ഭംഗിക്കൊക്കെ വെക്കണമെന്നുണ്ട്. പക്ഷെ സമയം കിട്ടിയില്ല. അവന് കാണിച്ചു കൊടുക്കട്ടെ കൊണ്ടുവന്നേരം. ഇതില്ലേ പച്ച മസാല, ഉള്ളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഒരു നാരങ്ങയുണ്ട്, അത് മസാലയിലില്ല, ചോറിന് ഇടാൻ വേണ്ടിട്ട്. പിന്നെ ഇത് ഞാൻ കുഞ്ഞി ചെമ്മീനില് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് മാത്രം ഇട്ടിട്ട് വെറുതെ ഒന്ന് ആക്കിയിട്ട് വെച്ചു. പിന്നെ നമ്മള് തക്കാളി, ക്യാരറ്റ് ഒക്കെ ഓപ്ഷണലാണ്, അതൊന്നും നിർബന്ധമൊന്നുമില്ല. ക്യാരറ്റ് ഞാൻ പോലെ ചോറിനൊരു ഭംഗി ഇട്ടാങ്ങിട്ട് കുറച്ച് അത്ര കഴിഞ്ഞതാണ്. ഇച്ചിരി ഓറഞ്ച് അടിച്ചപ്പോ അധികമായിട്ട് ഇരിക്കുന്നുള്ളൂ. പിന്നെ നമ്മള് കൈമ റൈസ്. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഇതൊന്നും ഇല്ലാണ്ട് മൂടി വെച്ചിരുന്നത് വേറെ ചൂടുവെള്ളം വന്നു. അതൊക്കെ തുറന്നു കാണിക്കട്ടാ. ഞാൻ വേഗം ഉണ്ടാക്കിയാലാ, എന്നാലും പിള്ളേര് വരുമ്പോഴത്തേക്കും ചോറുണ്ടാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഇനി വേഗം ചോറിട്ടുണ്ടാക്കട്ടെ. ആദ്യം ഉണ്ടല്ല, നമ്മള് എണ്ണ ചൂടാക്കി കഴിയുമ്പോ വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഉണ്ടാക്കാൻ. എണ്ണ ചൂടാക്കി കഴിയുമ്പോ ഇത് പൊരിച്ചെടുക്കാം. ഫുള്ള് ഇടുക. ഇപ്പൊ വെളിച്ചെണ്ണ കുറച്ച് എക്സസ് ആയിട്ടൊക്കെ തോന്നും. എന്താ അറിയോ, നമ്മൾ മസാല ഈ പൊരിച്ച സെയിം എണ്ണയിൽ തന്നെ നമ്മൾ മസാല വയ്ക്കുന്നത്. ഞാൻ കൂട്ടി എണ്ണിട്ടേക്കണം എന്നുള്ളൂ. ഇത് നമുക്കൊന്നും ഓവറായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ടൊന്നും മുരിയണ്ട, വെറുതെ ഒന്ന് മുരിഞ്ഞ് വെക്കാൻ മതി. അപ്പൊ തന്നെ നമുക്ക് മാറ്റാം. അങ്ങനെ കുക്കിംഗ് ചെയ്യാൻ വേണ്ടി ആളെത്തിയിട്ടുണ്ട്. ശരിക്കും കുക്കിങ്ങിലല്ലേ, കുക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ഞാൻ അപ്പത്തേക്കും ബാക്കി സാധനങ്ങളൊക്കെ ചെയ്യട്ടെ. ശരിക്കാ നമ്മള് എളുപ്പത്തിന് ഉണ്ടാക്കണ ബിരിയാണിയാണ് നമ്മള് പറഞ്ഞേക്കണം. നമ്മ ഉണ്ടാക്കി വരുമ്പോ എളുപ്പമാണ്, വേറെ എന്തെങ്കിലും ഇപ്പൊ അറിയാം. പക്ഷെ ഇത് പെട്ടെന്ന് ആവേണ്ടതാണത് അല്ലേ? പിന്നെ ആവും പെട്ടെന്ന് കണ്ടൂടെ സവാരിരിക്കും. നമ്മളെ ഹോം ടൂർ എല്ലാരും ചോദിക്കണ്ട മോനെ. ഇൻഷാല്ല ചെയ്യട്ടെ. നമ്മളെ വീട്ടിലില്ലേ, സത്യം പറഞ്ഞാൽ ഇനി ഹോം ടൂർ ഒന്നും പറഞ്ഞ് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. എല്ലാം അതെ, ഞങ്ങളെ വീട്ടില് ഒന്നുമില്ല സാർ കാണിക്കാനായിട്ട്. എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താ അറിയോ, ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാല്ല ചെയ്യാം നമ്മള്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല ആ കാര്യം, പ്ലാൻസ് ഒക്കെ വെക്കണ കാര്യം. ഇല്ല, നമ്മള് പറഞ്ഞിട്ടില്ല. എനിക്ക് ഓരോ വീട്, ഓരോ ഹോം ടൂർ ഒക്കെ കാണുമ്പോ ഞാൻ ഇങ്ങനെ ഓർക്കും, അയ്യോ നല്ല രസമുണ്ട്, കുറെ പ്ലാൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വീട് റെനോവേറ്റ് ചെയ്ത് അന്ന് മുതലായിരിക്കാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് നമ്മളെ വീട്ടിൽ കുറച്ച് പ്ലാൻസ് വേണം വരയ്ക്കാം. ഇതുവരെയും ചെയ്തു തന്നിട്ടില്ല. അപ്പൊ ഇരിക്കാതെ നമുക്ക് എന്തായാലും നമ്മളെ പ്ലാനിങ്ങിലുണ്ട്. അപ്പൊ അതുകൂടി കഴിഞ്ഞ് നല്ല ഭംഗിക്ക് മാഷാഅള്ള അങ്ങനെ കാണിക്കാന്നും പറഞ്ഞാ ഇരുന്നത്. പക്ഷെ ഇനി അപ്പൊ ഒന്നും ഇല്ലാണ്ടൊക്കെ കാണിക്കേണ്ടി വരുമോ നമ്മള്? അപ്പൊ ഗൈസ് നമ്മള് പ്ലാൻസ് വെച്ചിട്ട് തന്നെ വീട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ
ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ വീട്. നമ്മള് ഒരു കുഞ്ഞു വീടാണ്. പിന്നെ വീടിനെ പറ്റി പറയാനായിട്ട് കുറേ ഉണ്ട് കാര്യം, കുറേ വിശേഷം ഉണ്ട് പറയാനായിട്ട്. അതൊക്കെ നമ്മള് അടുത്ത വീഡിയോ അല്ലെങ്കിൽ ഹോം ടൂർ ചെയ്യണ വീഡിയോയില് ആ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അല്ലേ മോനെ? ഏകദേശം ചെമ്മീനായിട്ടുണ്ടല്ലേ ആയിരിക്കാം. സവാള അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല, പെട്ടെന്നാകും. പക്ഷെ ഇത് നമ്മളെ ബാച്ചിലേഴ്സിനൊക്കെ വെക്കാൻ പറ്റും കേട്ടോ ഈ ബിരിയാണി. എനിക്ക് ഇത് ബാച്ചിലേഴ്സിനൊക്കെ വെക്കാൻ പറ്റും. കാരണം ഞാൻ ഇപ്പൊ നമുക്ക് ഇപ്പൊ ചെമ്മീൻ ബിരിയാണി തന്നെ വെക്കണമെന്നില്ല. ഈ സെയിം മസാലയിൽ തന്നെ നമുക്ക് ബീഫ് വെക്കാം, ചിക്കൻ വെക്കാം, അങ്ങനെയൊക്കെ വെക്കാം. ഇനിയിപ്പോ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ കടയിൽ പോയി നിങ്ങൾ ചിക്കൻ വാങ്ങിക്കേണ്ടി വരും. ഇല്ലേടോ? നമ്മൾ കറക്റ്റ് സ്ഥലത്തേക്കാണ് നമ്മൾ നോക്കണം. ഞങ്ങള് രണ്ടുപേരെയും ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ സ്പൈഡർമാനെ പോലെ വീഡിയോ അവിടെ ഇവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടാ നമ്മൾ എടുക്കണത്. ഞങ്ങളൊക്കെ ഇട്ടുണ്ട്, പക്ഷെ ഞങ്ങള് എന്താണോ വീഡിയോ എടുക്കണോ ഉദ്ദേശിച്ച ആ കാര്യം കിട്ടില്ല. അതെന്ത് ചെയ്യുമ്പോന് അത് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ ഒറ്റക്ക് ഒന്ന് പണിയെടുക്കേണ്ടി വരും. നമ്മള് ചെമ്മീൻ എങ്ങനെ പൊരിച്ചായിട്ട് ഞാൻ ഇത് അത് കാണിച്ചു തരാം. കാണാൻ പറ്റണ്ടാ? അത് നമ്മള് മാറ്റിട്ട് നമ്മള് സവാള അരിഞ്ഞ് അതിലേക്ക് ഇടും. ഏകദേശം എന്തോ ഒരു കിലോ അരി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടത്. ഞങ്ങള് പണ്ടല്ലേ നമ്മൾ ആദ്യമായിട്ട് ഒറ്റക്ക് മാറി താമസിച്ച സമയത്ത് എനിക്കും കടയിൽ പോയി അങ്ങനെ വലിയ ശീലമില്ല. എനിക്ക് ആ കൊട്ടൂല തോന്നുന്നുണ്ട്. ഞങ്ങള് സാധനങ്ങളൊക്കെ എഴുതിയിരിക്കാം, ഓർമ്മയുണ്ടായിരിക്കാം. സാധനങ്ങളൊക്കെ എഴുതിട്ടാ. അപ്പൊ സാധനം എഴുതി കഴിയുമ്പോ ഞാൻ കിലോ എഴുതോല, 1 കിലോ 2 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്കാകെ ഇങ്ങനെ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ എഴുതിയപ്പോ ഒന്ന് ഒച്ചുണ്ടാക്കില്ല, ഒന്ന് പറയട്ടെ ഒന്ന്. അപ്പൊ ഈ എനിക്കാ പറഞ്ഞേ ഇച്ചിരി അധികം വാങ്ങിച്ചു, നമുക്ക് അപ്പാപ്പ പോയി വാങ്ങിക്കാനൊന്നും നിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു 3-4 കിലോ ഒക്കെ വെച്ചിട്ട് മുളക് പൊടി 3 കിലോ, മഞ്ഞൾപ്പൊടി 3 കിലോ, എല്ലാം അങ്ങനെ 3-4 കിലോ വെച്ചിട്ടൊക്കെ എഴുതിയിട്ട് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോ സാധനങ്ങൾ എടുത്തിട്ട് ഒരു ചേച്ചിയാണ്. അപ്പൊ ആ ചേച്ചി വയ്ക്കണേ നിങ്ങൾക്ക് വല്ല അച്ചാറിന്റെ ബിസിനസ് ഉണ്ടാന്ന്. അയ്യോ ഇങ്ങനെ ഇത്ര 3 കിലോ മഞ്ഞപ്പൊടിയൊക്കെ എന്തിനാണ്? ഇവന് കണ്ണീന്നൊക്കെ വെള്ളം. ഞങ്ങള് സാധനങ്ങൾ എഴുതിക്കൊണ്ട് 3 കിലോ മഞ്ഞപ്പൊടിയൊക്കെ അത് എന്റെ ഉള്ളു. അതൊക്കെ ഒരു കാലമല്ലായിരിക്കാം. ഇങ്ങനെ ആ കാലം നമ്മളെ കഴിഞ്ഞു പോയി. പക്ഷെ ഇപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അനുഭവം, അതെ, എക്സ്പീരിയൻസ് ആണല്ലോ. അതെ, എക്സ്പീരിയൻസ് കൊണ്ട് എല്ലാം പഠിക്കണ്ട എല്ലാരും. ജീവിതമാണ് ഏറ്റവും നല്ല പാഠപുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ചെമ്മീനായിട്ടുണ്ട്, ചെമ്മീനായിട്ടുണ്ട്. ചെമ്മീനായിട്ടുണ്ട്. ഞാൻ എനിക്ക് ടെസ്റ്റ് ചെയ്യണല്ലേ. നമ്മള് ചെമ്മീൻ പൊരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മള് സവാള, ഈ സവാള ഒരു 4-5 സവാള ഉണ്ട്. 5 സവാള എടുക്കുമ്പോ 4 തക്കാളി എടുക്കാം. ഈ ഒരളവ് എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി. ഇത് എന്റെ ഉമ്മ പഠിപ്പിച്ചെന്ന ഒരളവാണ്. നമ്മൾ എത്രയാണോ സവാള എടുക്കണം അതിൽ നിന്ന് ഒരെണ്ണം കുറച്ചിട്ട് തക്കാളി എടുത്താൽ കറക്റ്റ് ആയിരിക്കും മസാല. മുന്നേ ഞാൻ ഇത് വഴറ്റണ സമയം കൊണ്ട് നമുക്ക് അരിയല്ല ചോറ് വെക്കാം. ചോറ് നെയ്ച്ചോറ് വെക്കണ പോലെ വെച്ചാലും മതി. നെയ്ച്ചോറ് വെക്കൂലേ അതുപോലെ വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതി. നമ്മളെ കുക്കിംഗ് വീഡിയോ കാണുമ്പോണ്ടല്ലോ ഉള്ള കൺഫ്യൂഷനൊക്കെ അടിച്ച് കടയിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ചാൽ മതിന്ന് ഓർക്കും. ഇതിപ്പോ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവൂല. സവാള വഴറ്റണം. സവാള നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാലേ നമുക്ക് പച്ചമസാലയൊക്കെ ശരിയാക്കി ഇടാൻ പറ്റുള്ളൂ. ഞാൻ അപ്പത്തേക്കും ചോറ് വെക്കട്ടെ ഇടും. അപ്പൊ ഈ മസാല ആവണ സമയം കൊണ്ട് നമുക്ക് അവിടെ ചോറ് ആവും. രണ്ടും ഒരുമിച്ചായി കഴിഞ്ഞാല് പടപടയുകൊണ്ട് നമുക്ക് ദമ്മിലിടാം, ചോറ് തിന്നാം. ഓക്കെ, ചോറില് ബിരിയാണി കഴിക്കാം. നമ്മള് സവാള ഇച്ചിരി കുറച്ച് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു സ്ഥലത്ത് ചോറ് വെക്കാം. ഞാൻ ഈ കുക്കറിലാണ് വെക്കണത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 6 kg ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ചൂടാകുമ്പോണ്ടല്ലോ നമ്മൾ ഈ ഓൾ സ്പൈസസ് ഇട്ടാ. ഇതിന്റെയൊക്കെ പേര് ഇത്
പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുരുമുളക്. ഇതിന് നമ്മള് ഇതല്ലേ പിന്നെ ഗ്രാമ്പൂ അല്ലേ? അങ്ങനെയൊക്കെ. നമ്മള് പൊടിക്കാത്ത കറി മസാല വാങ്ങി കിട്ടുന്ന എല്ലാ സാധനങ്ങളും കുറേശ്ശെ അതിലേക്ക് ഇടാം. പണ്ടൊക്കെ നമ്മള് സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോ വീട്ടില് ബിരിയാണിയാന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ബിരിയാണി വെക്കുമ്പോ ഒരു വേറെ തന്നെ ഒരു സ്മെല്ലായിരിക്കൂലായിരിക്കാം വീടിന്, ഇല്ലേ മനെ? അങ്ങനെയൊക്കെ പഴയ നൊസ്റ്റാൾജിയ ഫീലിംഗ് ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവാറൊക്കെണ്ടാവും. എനിക്ക് കിട്ടൂട്ടാ. എന്റെ ഉമ്മാന്റെ മീൻ ബിരിയാണി ഒക്കെ എന്ത് ടേസ്റ്റാ അറിയോ? ഇവിടെ ആയിരിക്കും ആൾക്ക് ഫിഷ് ബിരിയാണി ഒന്നും ഇഷ്ടമല്ല, ഞങ്ങക്ക് ഇഷ്ടമാണ് അതൊക്കെ, അതുകൊണ്ട് ഉണ്ടാക്കാറില്ല നമ്മള് വീട്ടില്. ചെം ബിരിയാണി ഇഷ്ടമായിരിക്കും, ആകെ ഇഷ്ടമല്ലായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന ചെം ബിരിയാണി. എനിക്ക് വയ്യ. അതല്ല, എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയില് എനിക്കും ഇഷ്ടപ്പെട്ട ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി. നല്ലതാ. അതുകൊണ്ട് ഞാൻ ഇത്ര കോൺഫിഡൻസ് പറയണത്. ഇത് ഈ റെസിപ്പിയൊക്കെ ഫോളോ ചെയ്തോളാം. നമ്മള് ഈ പാത്രത്തിൽ നമ്മൾ അരി എടുത്തേക്കണം. ഇതിന്റെ ഫുള്ളില്ല, ഞാൻ 3/4 ഭാഗമല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഈ 3/4 ഭാഗം തന്നെ 2 പാത്രം വെള്ളം നമുക്ക് വേണം. അരി വേറെയിലേക്ക് മാറ്റട്ടെ കേട്ടോ. നമ്മള് ആ 3/4 ഭാഗം ഇത്രയും വെള്ളം എടുത്തിട്ട് നമ്മൾ ഒഴിക്കണം. നീങ്ങിന്നൊക്കെ വെള്ളം ഒഴിക്കണോട്ടെ. എന്താ അറിയോ, വെള്ളം ചിലപ്പോ അമ്മ ചൂടായിരിക്കണല്ലേ. 2 പാത്രം വെള്ളമായി. ഇനി ഇത് നന്നായിട്ട് തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരി കഴുകി അതിടാം. പിന്നെ ഈ ഒരു നാരങ്ങ ഞാൻ പറഞ്ഞില്ല എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കലക്കാനാ? എടോ, ചോറായിട്ടില്ല, ശരിക്കും വെള്ളം കലക്കി കുടിക്കാനാണ് പോയിരിക്കാം. അല്ല, ഇത് എന്താ അറിയോ, ഇതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും അറിയാമോ, ഇതൊക്കെ പഴയ റെസിപ്പീസ് ആണ്. ആൾക്കാർ പറയും അവളിത് പുതിയ സാധനം കൊണ്ട് വന്നേക്കണം, ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. ഇതിപ്പോ എല്ലാവർക്കും അറിയാം. നമ്മള് റൈസ് ഒക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിട്ടില്ലായിരിക്കാം, അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ചെയ്യണം കേട്ടോ ഇതൊക്കെ. ഇപ്പൊ നന്നായിട്ട് ഇത് വഴന്നിട്ടുണ്ട്. ഈ പരുവാവുമ്പോണ്ടല്ലോ നമുക്ക് നമ്മുടെ ഈ പച്ചമസാല എല്ലാം നന്നായിട്ട് ചതച്ചിട്ട് എടുക്കാം. ഇതേ നമ്മള് പച്ചമസാല, ഉള്ളി, ഇഞ്ചി ഇത്രയും വേണ്ട കേട്ടോ. ഇത്രയും ഉണ്ടായത്. ബിരിയാണിയിൽ നമ്മള് മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കൂല. ആകെ ഉപയോഗിക്കണ ആ മറ്റേ ചെമ്മീൻ മസാലയൊക്കെ പെരട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞപ്പൊടി, മുളക് പൊടി, അപ്പൊ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ബാക്കി നമ്മൾ എരിവിന് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ പോയി ഒന്ന് മസാല ഒക്കെ ചതച്ചിട്ട് വരാം. അപ്പൊ നമ്മള് ഇത് മസാല കണ്ട ഇങ്ങനെ ചതച്ചെടുക്കണം. അയ്യോ മോനെ, ഇഞ്ചി അതിനിട്ടില്ലാടോ. ഇഞ്ചിന്റെ ഒരു കാര്യം എപ്പോഴും അതെ, ഇങ്ങനെ ചതയൂല, അതിന്റെ ഉള്ളി ഇങ്ങനെ ഇരിക്കും. നിങ്ങളൊക്കെ വീടുകളിലുണ്ട് ഇങ്ങനത്തെ മിക്സിയൊക്കെ? മിക്സിയൊക്കെ മാറ്റാനായിട്ടുണ്ടോ എന്നിട്ടാ. അതിപ്പന്നല്ല, എപ്പോഴും അതെ, എന്ത് ചതച്ചാലും ഇഞ്ചി മാത്രം ഇങ്ങനെ ചതയാണ്ടിരിക്കും. എന്നിട്ട് ഇതുപോലെ എല്ലാരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാന്ന് എന്നോട് പറയണം. പിന്നെന്താ ടേസ്റ്റ് ഉണ്ടാന്ന് പറയണം കേട്ടാ. കാരണം ഇത് നല്ലതാ. എല്ലാരും ഇങ്ങനെ ആയിരിക്കുമോ ബിരിയാണി ഉണ്ടാക്കുന്നത്? ആയിരിക്കും അല്ലേ? ഇത് നന്നായിട്ട് വഴിച്ചെടുക്കാം. എനിക്കാ എന്റെ ബിരിയാണിനെ പറ്റിയുള്ള മോന്റെ അഭിപ്രായം എന്താ? നല്ലതാ, ബിരിയാണി അടിപൊളിയാ. ആഹാ, അപ്പൊ വേറെ പോലൂല്ലേ ഞാൻ വെക്കണ? ബിരിയാണി സൂപ്പറാ, ഒന്നും പറയാനില്ല. ഇതായിരിക്കും എന്റെ പാട്. പെട്ടെന്നാക്കുകയും ചെയ്യും, അടിപൊളിയാണ്. താങ്ക് യു. പക്ഷെ എന്നേലും സ്പീഡാണ് എന്റെ ഉമ്മ. നന്നായി നല്ല സ്പീഡിലുണ്ടാക്കും. ഉമ്മാന്റെ ഇറച്ചി ചോറൊക്കെ ഇല്ലേ, ഉമ്മ കിച്ചണിലേക്ക് കയറണേം കാണാം അപ്പൊ തന്നെ ഉമ്മാന്റെ പണി കഴിയും. അതിന്റെ ബാക്കി പണിയെടുക്കലാണ് എന്റെ നാത്തുമാരൊക്കെ പണി. ഒതുക്കല്, പിറക്കല്, പാത്രം കഴുകി വെക്കല്. ഉമ്മ സ്പീഡില് വന്ന് കുക്ക് ചെയ്തിട്ടൊക്കെ മാറും. ഇതിൽ നമ്മള് ആകെ ഉപയോഗിക്കണ പൊടി എന്ന് പറഞ്ഞാല് മഞ്ഞപ്പൊടി ഉപയോഗിക്കും, ഗരം മസാല, ഈ 2 പൊടികൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ കുറെ ആൾക്കാര് കുരുമുളക് പൊടിയൊക്കെ ഇടും, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട്. ഓവർ സ്പൈസി നമുക്ക് വേണ്ടല്ലോ, കാരണം മക്കളൊക്കെ കഴിക്കണം. ഓരോ സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച്
കുരുമുളക് പൊടിയൊക്കെ മേളിലിട്ടു നല്ലതായിരിക്കും. പക്ഷെ ഇത് അല്ലാണ്ടും നല്ലതാ. മസാല നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് നമ്മള് തക്കാളി ഇടാം. തക്കാളി ഞാൻ പറഞ്ഞില്ലേ നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ നല്ല കിട്ടാം. ഇതിങ്ങനെ വയറ്റാണ്ടും നമ്മള് ബിരിയാണി ഉണ്ടാക്കും. പക്ഷെ ഇങ്ങനെ വയറ്റിട്ട് വെക്കുമ്പോ ഇല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറിനും മസാലക്കൊക്കെ ഒരു ഫ്ലേവർ പിടിക്കും. അല്ലാണ്ട് നമ്മള് ഇപ്പൊ ഈ പച്ച മസാലയൊക്കെ വയറ്റാണ്ട് ഇല്ലായിരിക്കാം. എങ്ങനെയാ വയറ്റാണ്ട് ഇതൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ട് ചെമ്മീനും ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വിസിലടിച്ചൊക്കെ വെക്കും. പക്ഷെ അതിനേലും രുചി ഇതിനാണ് കേട്ടാ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. നമ്മള് ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണിന്റെ ലാസ്റ്റ് ഒരു സ്റ്റെപ്പാണ് ഇത്. ലാസ്റ്റ് ഇത് കശുവണ്ടി മുന്തിരിയൊക്കെ നമ്മള് പൊരിച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിട്ട് മേളിൽ ഇങ്ങനെ ഡെക്കറേഷൻ. ഇത് സ്പീഡിൽ ഉണ്ടാക്കി കഴിക്കണവർക്കൊന്നും ഇത് വേണ്ട കേട്ടാ. ഇത് നമ്മള് RKGയിലാണ് ഇത് പൊരിച്ചെടുക്കണം. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് നമ്മൾ ദമ്മിട്ട് നമ്മൾ ബിരിയാണിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടും. പിന്നെ നമ്മള് വീഡിയോ ഒക്കെ എടുത്ത ലാസ്റ്റ് ഫോട്ടോ ഒക്കെ ഇടണേ, ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇടണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഇതൊക്കെ പൊരിക്കണം എന്നുള്ളത്. എന്ത് ചെയ്യുമ്പോഴും എല്ലാരും വളരെയധികം കെയർഫുൾ ആയിരുന്ന കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അയ്യോ മോനി ക്യാരറ്റ് ഒക്കെ ക്രഷ് വെച്ചിട്ടൊന്നുമില്ലാതെ. അയ്യോ ഇതിപ്പോ മറന്നുപോയേന. ഇത് നമ്മള് കുറച്ചിട്ടാ മതി കേട്ടാ. ഇത് ഇച്ചിരി അധികമായിപ്പോയി. നമ്മള് കുറച്ച് ഇത് ഇങ്ങനെ ഇടും. ഞാൻ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോ ചെറിയ ക്യാരറ്റ് ഒക്കെ ഇട്ടാറില്ലേ ആയിരിക്കാം. പക്ഷെ കട്ട് ചെയ്തത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പൊ ചെറുത് ഒരു 2 സ്പൂണൊക്കെ ഇട്ടാൽ മതി. ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങള് എന്റെ കാക്കാന്റെ കുഞ്ഞ് മാർക്കറ്റിന് പോണ വീഡിയോ. അപ്പൊ അതിനിട്ടപ്പോ അവിടെ കുഴപ്പം കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കൂന്ന് അറിയാൻ പറ്റാണ്ടൊക്കെ. ഞാൻ അത് കമന്റ് ബോക്സിൽ ഇടാവുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് ഇട്ടുതന്നിട്ടുണ്ടായിട്ടാ. അത് കുറെ ഡിഫറെന്റ് റെസിപ്പീസാ വന്നേക്കണം. ഞാൻ ഓർത്തിട്ടുണ്ട് എല്ലാം ട്രൈ ചെയ്തിട്ട് ഓരോന്നും ഓരോ റെസിപ്പി ചെയ്യുമ്പോഴും അവരെ പേര് മെൻഷൻ ചെയ്തിട്ട് ഞാൻ പറയാട്ടോ. കാരണം ഇതുവരെ വെച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആയിരിക്കും ഇനി വെക്കാൻ വേണ്ടി പോണത്. ഇൻഷാ അല്ലാഹ് എന്തായാലും വെക്കും. എനിക്കത് വാങ്ങിക്കാട്ടെ. എനിക്ക് നമുക്ക് എല്ലാരും പറയണ്ടത് നല്ലതാണെന്ന്. ഞാൻ പറയില്ലേ പണ്ട് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോണ്ടല്ലോ ഇതിങ്ങനെ എവിടെയെങ്കിലും ട്യൂഷനൊക്കെ വിട്ടിട്ട് വരുമ്പോഴേക്കാ ഇത് കാണും. അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ കൂടി അതിങ്ങനെ തുറന്നു നോക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ ഒരു തേൻ പോലത്തെ സാധനമൊക്കെ ഇട്ടുമ്പോരിക്കാം. മോളൊന്നും കഴിച്ചിട്ടില്ല അല്ലേ? ഇല്ലായിരിക്കും. അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഇച്ചിരി കുറവാണ് നമുക്കൊക്കെ. ഇല്ലോണം എന്താ അറിയോ, നമ്മള് കുഞ്ഞില് നമുക്ക് എന്തോരം ഇഷ്ടമാണ് ഈ മാങ്ങയൊക്കെ ഉപ്പിലിട്ടത്. പിന്നെന്താണ് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇഷ്ടമല്ലേ. ഇവരിക്കൊക്കെ അതൊന്നും ഇഷ്ടമല്ല. പഴയ ഓർമ്മകളൊക്കെ ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും വരികയാണ് എനിക്കതൊന്നും ഇഷ്ടമായിരിക്കാണ്. മുഖം തന്നെ അങ്ങനെ ആയിരിക്കും. എനിക്കതൊന്നും ഇഷ്ടമായിരിക്കും അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയും. സവാളയൊക്കെ നമ്മളായി. നമ്മുടെ കശുവണ്ടി മുന്തിരി ഒരുമിച്ച് ആച്ചുവനിയ മോനൊക്കെ ഉള്ളപ്പോഴാണ് ഇത് പൊരിക്കണമെങ്കിൽ ഉണ്ടല്ലോ അള്ളാഹു ഇതൊന്നും ഉണ്ടാവൂല ഇവിടെ. ഇപ്പൊ ആച്ചുവനിയമ്മോന്റെയും പാപ്പി കൂടി ഉണ്ട്. നമ്മളുടെ ഇതുമായിട്ടുണ്ട്. ഈ ചോറ് ദമ്മിലിട്ടാ മതിട്ട് അവന്. ഇനി നമ്മള് ഇതില് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പൊടിയെ നമ്മള് ബിരിയാണിക്ക് നമ്മൾ യൂസ് ചെയ്യുള്ളൂന്ന്. നമ്മള് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയിലുണ്ട്. അപ്പൊ വേണ്ട. ഗരം മസാല എന്താ അറിയാം, ഞാൻ പൊടിച്ചു വെച്ചേക്കണേണ്. കുപ്പിയിലേക്ക് ആക്കാൻ മടിയായിട്ട് ഞാൻ ഇതിൽ തന്നെ വെച്ചേക്കണം. കുറച്ച് എന്റെ കൈയിന്റെ ഒരു അളവിനാണ് ഞാൻ ഇടാം. കുറച്ച് ഗരം മസാല പൊരിച്ചു വെച്ച ചെമ്മീൻ കയ്യിലേക്ക് ഇടാം. നമ്മൾ മസാല ആയിട്ടുണ്ട്. ഇനി ഒന്നൊരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. ബിരിയാണി നമ്മൾ ദമ്മിലിടാൻ പോണേന്. പാത്രം ചൂടാക്കുമ്പോ ഒരിത്തിരി RKG ഒക്കെ ഇട്ടിട്ട് ഈ മസാല അതിലേക്ക് പരത്തിയിടാം. ഞാനല്ലേ ഭയങ്കര എളുപ്പത്തിലാവുന്നു. ഇതൊന്നിങ്ങനെ സ്പ്രെഡ് ആക്കി വെക്കണം കേട്ടോ. അപ്പൊ നമ്മളെ റൈസിലെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ഈ മസാലന്റെ ഫ്ലേവർ കിട്ടും.
കാണിച്ചു കൊടുത്തായിരിക്കാം. ഞാനല്ലേ ക്യാരറ്റ് ഇങ്ങനെ ഓവറായിട്ട് കാണൂല, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ നല്ല ഭംഗിക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ ഈ പൊരിച്ചു വെച്ചിരിക്കണ സവാളയും കശുവണ്ടിയും മുന്തിരിയും സാധനങ്ങളൊക്കെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇയാളും തിന്നിട്ടാ കണ്ടത്. ഇങ്ങനെ ഒരു ഭംഗിക്കാണ് ഇത്. നമ്മള് ബിരിയാണി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറയല്ലേ പെട്ടെന്ന് തീരുമെന്ന്. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഓക്കെ, ബിരിയാണി ഒക്കെ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് പപ്പടമൊക്കെ പൊരിക്കട്ടെ. പപ്പടവും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. മുന്നേ ഞാൻ സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആയിരിക്കും അതിന്റെ സാലഡ് കാണിച്ചു കൊടുത്ത്. ആ ബാക്കി ഉണ്ടായ ക്യാരറ്റ് ഞാൻ കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടു. നല്ല ഭംഗിയില്ലേടോ. അമ്പോ ആവി ഇറക്കണം. നല്ല സൂപ്പർ ബിരിയാണി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ സ്പീഡിൽ ഉണ്ടാക്കിയാലും നല്ല ബിരിയാണിയൊക്കെ കിട്ടും നമുക്ക്. നമ്മള് എങ്ങനെ ഉണ്ടാക്കിയാലും ഉണ്ടല്ലോ, നമ്മള് മനസ്സറിഞ്ഞ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്താൽ മതി എന്ത് കാര്യം. അപ്പൊ അടിപൊളിയായിട്ട് വരും. എന്നിട്ട് ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ കുഞ്ഞു റെസിപ്പി കുറെ മസാലയും പൊടികളും സാധനങ്ങളും ഒന്നും ഞാൻ ഇട്ടില്ലല്ലോ. ആകെ മഞ്ഞപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇത് എല്ലാത്തിന്റെ കൂടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എന്റെ ഉമ്മാന്റെ, എന്റെ പൊന്നാരുമ്മാന്റെ റെസിപ്പീസ് ആണ് ഇതൊക്കെ. ഉമ്മ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും. ടൈം എടുത്തുണ്ടാക്കണ ബിരിയാണി, എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ബിരിയാണി, അങ്ങനെ 2 കാറ്റഗറി തന്നെ ബിരിയാണി ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതില് എളുപ്പം ഉണ്ടാക്കണ ബിരിയാണിയാണ്. ഇതാണ് ഞാൻ മിക്കപ്പോഴും വീട്ടിൽ ഉണ്ടാക്കണത് ഇവിടെ. അപ്പൊ എല്ലായി നമുക്ക് ഓടിപ്പോയി ഫുഡ് കഴിക്കാം. കൊറേ ടൈമൊന്നും ഇങ്ങനെ ദമ്മിലൊന്നും ഇട്ടൊന്നും വെക്കണ്ട. കൊറേ നേരമൊന്നും. പണ്ടാരികളെ ബിരിയാണി അല്ലേ, നമ്മ അത്രയൊന്നും ആയിട്ടില്ല. നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കാലോ. TV ഒക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് ഫുഡൊക്കെ കഴിക്കാം. കമോൺ. കട്ടൻ ചായ വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാ. ബിരിയാണി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകും. ഭയങ്കര ഇഷ്ടം ബിരിയാണി ഉണ്ടാകും. എല്ലാരും ഈ ബിരിയാണി ഒന്ന് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്താ പറയാ, നമ്മള് വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്, ബെൽ ഐക്കൺ എല്ലാം ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.